KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന സർക്കാർ പ്രഖ്യാപനമാണ്. അത് അടുത്ത മാസം 15-ാം തീയതി മുതൽ ഉറപ്പാക്കുമെന്നതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഈ വാഗ്ദാനം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി മഹിളാ മോർച്ചക്കാർ സമരം ചെയ്തിരുന്നു. അത് വലിയ വിവാദം ആ പാർട്ടിക്കുള്ളിൽ തന്നെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ വാക്ക് പാലിക്കുകയാണ് സർക്കാർ. അത് അടുത്ത മാസം 15 മുതൽ നടപ്പാക്കുമെന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാമെന്നതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തായാലും ഈ തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് യാത്രക്കാർ. സൗജന്യ യാത്രയൊരുക്കുമ്പോൾ KSRTCയെ പ്രതിസന്ധിയിലാക്കാതെ നോക്കണം എന്നും കൂടി യാത്രക്കാർ പറയുന്നുണ്ട്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാന ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിക്കാൻ വൈകുന്നുവെന്ന് ആരോപിച്ച് സർക്കാർ രൂപീകരിക്കും മുമ്പ് സമരം പോലും ആരംഭിച്ച സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനത്തോട് എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. ജൂൺ 15 മുതലാണ് ഇത്തരമൊരു യാത്ര നൽകുന്നു എന്ന ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ജൂൺ 15 മുതൽ നിങ്ങൾക്ക് ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും. കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ബസ്സിന് KSRTCയിൽ പോകും വരും. നല്ല പൈസ കൊടുത്തിട്ടാണോ? പൈസ കൊടുത്തിട്ട്. ഫുൾ പൈസയാണോ അതോ എക്സ്ട്രാ ഉണ്ടോ? അല്ല, ഫുൾ പൈസ. ഞാൻ എപ്പോഴെങ്കിലും വരാറുള്ളൂ. എല്ലാ വീക്കിലും പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടുതൽ പൈസ ആണെങ്കിൽ ഇപ്പൊ എല്ലാ വീക്കിലും പോകാൻ പറ്റും. ഇനി എല്ലാ വീക്കിലും പോവാം. മനസ്സിൽ ആഗ്രഹിച്ച അപ്പൊ വണ്ടി കയറി പോകാം. അപ്പൊ കയറി പോവാം. ഇപ്പൊ എങ്ങനെ ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? നല്ല തീരുമാനമാണ്. ഈ ജോലിക്ക് പോകുന്ന മറ്റു കാര്യങ്ങൾ മാത്രമല്ല, ഈ സ്ത്രീകളൊക്കെ പലരും പറയുന്നത് ട്രിപ്പൊക്കെ പോകാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകാനും ആരാധനാലയങ്ങളിൽ പോകാനൊക്കെ ആഗ്രഹമുള്ളവരാ. അതിനൊക്കെ ഒരു ഗുണമാണെന്ന് തോന്നുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ KSRTC അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് സൗജന്യമായിട്ടുള്ളത് അത് ഊഹിച്ച് കണ്ടറിയേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇത്രയും സൗജന്യം വേണ്ടെന്നായിരുന്നു പറയുന്നത്. അല്ല, ഇത്രയും സൗജന്യം കൊടുത്താൽ അത് അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. നഷ്ടത്തിൽ ഓടുന്ന വണ്ടി ഇനിയും കൂപ്പുത്തൂലേ എന്നാണ് എന്റെ അഭിപ്രായം. നേരത്തെ ഇലക്ഷന് പ്രഖ്യാപിച്ച കാര്യമാണ്. എങ്ങനെ തോന്നുന്നു? എനിക്ക് തികച്ചും വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു വശത്ത് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വശത്ത് സ്ത്രീകൾക്ക് വേണ്ടി ആനുകൂല്യത്തിന് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്കത് ഒന്നുകൂടെ നന്നായിട്ട് തോന്നുന്നത്. കുട്ടികൾക്ക് ST ഒഴിവാക്കി അവർക്ക് സൗജന്യ യാത്ര കൊടുക്കുക, അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് യാത്ര സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നന്നായിട്ട് ചെയ്യാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നതിന്? നടന്നാൽ നല്ലതാ, നല്ല കാര്യമായിരുന്നു. യാത്ര ചെയ്യാറുള്ള ആളാണോ KSRTC സ്ഥിരമായിട്ട്? ഇടയ്ക്കൊക്കെ, എപ്പോഴും ഇല്ല, ഇടയ്ക്ക് ഇങ്ങോട്ട് ലോങ് ഒക്കെ വരുമ്പോൾ യാത്ര ചെയ്യാറ്. ഇനിയിപ്പോ ടിക്കറ്റ് പോലും എടുക്കണ്ട, ബസ്സിൽ പോയാൽ. നല്ല കാര്യമാണ്. നല്ല കാര്യമെന്നാണ് അവർ പറയുന്നത്. ഒപ്പം ഈ പുരുഷന്മാരായ ആളുകൾ കൂടെ ഉണ്ട്. ഈ KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രാവർത്തികമാക്കാൻ പോവാണ്. നിങ്ങളൊക്കെ എങ്ങനെ കാണുന്ന തീരുമാനത്തെ? KSRTCയുടെ ഈ ഒരു സിറ്റുവേഷനിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ എന്നുള്ള സംശയമുണ്ട്. പിന്നെ അവര് തീരുമാനിച്ചുറച്ച് പറഞ്ഞൊരു കാര്യമല്ലേ, നടപ്പാക്കാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കും. പുരുഷന്മാർക്ക് വേണ്ട, പുരുഷന്മാർക്ക് യാത്ര വേണ്ട. പുരുഷന്മാർക്ക് യാത്ര അതിപ്പോ അവർ തീരുമാനിച്ചൊരു കാര്യമല്ലേ, അവർ ഒരു പോളിസി തീരുമാനിച്ചൊരു കാര്യമല്ലേ. നമുക്ക് പുരുഷന്മാർക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. പക്ഷെ അവർ തീരുമാനിച്ചൊരു പോളിസിന്റെ കൂടെ നമ്മൾ നിൽക്കുക, അത്രേ ഉള്ളൂ. ചേട്ടാ, ഈ സ്ത്രീകൾക്ക് 15-ാം തീയതി മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ നോക്കി കാണുന്നത്? അത് നല്ലൊരു കാര്യമാണ്. അത് കുറച്ച് ബസ് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക, എക്സ്ട്രാ കുറച്ച് ബസ് ഇട്ട് കൊടുക്കുക. പ്രത്യേക ബസ്സുകൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ബസ് ഫ്രീ ആയിട്ട്. ഈ പുരുഷന്മാർക്ക് ആനുകൂല്യമൊന്നും വേണ്ട. പുരുഷന്മാർക്ക് അവരാണല്ലോ നമ്മൾ പരിഗണിക്കേണ്ടത് ആദ്യം. നല്ല കാര്യം, നല്ല തീരുമാനം. മിക്കവാറും KSRTC യാത്ര ചെയ്യുന്നവരാണോ? സ്ഥിരമില്ല, വല്ലപ്പോഴും. നല്ല കാര്യമല്ലേ. പുതിയ സർക്കാർ വന്നത് നല്ല കാര്യം ചെയ്താൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നല്ല കാര്യമായിട്ട് കാണുന്നു ഞങ്ങൾ. KSRTCയിലാണോ പോവാറ്? നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. നല്ല തീരുമാനം പ്രാബല്യത്തിലാവുകയാണെങ്കിൽ ജൂൺ 15 മുതൽ നിങ്ങൾക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 15. ഓക്കെ, നല്ല കാര്യം തന്നെ. അത് നടപ്പിലാക്കിയാൽ മതി. നടപ്പിലാക്കിയില്ലെങ്കിൽ ജനങ്ങൾ അതിനെ ശക്തമായി എതിർക്കും.
എന്തായാലും സ്ത്രീകൾ പൊതുവെ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പുരുഷന്മാരും വലിയൊരു അളവ് വരെ ഇക്കാര്യം നല്ല കാര്യമെന്ന് പറയുന്നു. പക്ഷേ കൃത്യമായി ഇത് നടപ്പിലാവണം. ഒപ്പം KSRTCയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലല്ലാതെ സർക്കാരിൻ്റെ സഹായം കൃത്യമായി KSRTCക്ക് നൽകുകയും വേണമെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.